അപ്പോൾ ബസ് അടിപൊളിയാട്ടോ. 1600 രൂപയ്ക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ അടിപൊളിയാണ്. ഏകദേശം നമുക്ക് ഫ്ലൈറ്റ് പോലെ ഫീൽ ചെയ്യും. ഈ ഒരു കൺട്രി അടിപൊളിയാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കൺട്രിയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും സീൻ ഉണ്ടാവുകയാണെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് നേരെ താഴെ നോക്കിയാൽ ഒരുവിധം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മേഘങ്ങൾ കാണുന്നതിനേക്കാൾ നല്ല ഇങ്ങനത്തെ ആണല്ലോ. ചിലവും കുറവാണ്, പൈസയും കുറവാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. കാര്യം 1.5 കിലോമീറ്റർ 1/4 മണിക്കൂറോടെ ഓടി തീർത്ത്. അപ്പോൾ ബസ് കണ്ടു. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പോവാട്ടോ. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നേരെ കംബോഡിയയിലേക്ക് പോവാണ്. അതായത് വിയറ്റ്നാമിൽ നിന്ന് കംബോഡിയയിലേക്ക് പോവാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നോളും. അവർ വേണമെന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കും പോയി കണ്ട് വിസ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ കേട്ടോ ഇന്ന് കാണിക്കും. പിന്നെ ഞാനിപ്പോൾ ഒരു ബസ് നോക്കുകയാണ് ആ ലൊക്കേഷനിലോട്ട് പോകാൻ. കാര്യം ഇവിടെ കുറേ ട്രാവൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ നോക്കുക. ഗൂഗിളിൽ സാധാരണ $8 മുതൽ വിയറ്റ്നാം ടു കംബോഡിയ പോകാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു 650 രൂപ മുതൽ നിങ്ങൾക്ക് വിയറ്റ്നാമിൽ നിന്ന് കംബോഡിയയിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഏറ്റവും ചീപ്പായി തോന്നിയത്, ഞാൻ കണ്ടെടുത്തോളം കേട്ടോ, ഇവിടെ നോക്കിയപ്പോൾ ഏകദേശം 5 lakhs ഡോങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 1500-1600 രൂപ. ഓക്കെ, $20 എനിക്ക് ചീപ്പായി തോന്നിയത്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചീപ്പായിട്ടുള്ള ട്രാവൽ ചെയ്താന്ന് കാണാൻ പറ്റും. അങ്ങോട്ട് ഒരു ബസ്, ലോക്കൽ ബസ് എടുത്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ ലോക്കൽ ബസ് കിട്ടാൻ ഈസിയാണ്. ഞാനിപ്പോൾ പോകുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാട്ടോ. ഈ ഏരിയയിൽ വെച്ചിട്ട് ഞാൻ കണ്ടെടുത്തോളം കേട്ടോ, അടിപൊളി സ്ഥലമാണ്, നല്ല ക്ലീനാണ്. പിന്നെ ഇതാണെന്ന് തോന്നുന്നു ഹോച്ചിമിൻ സിറ്റി. മൂപ്പര് യൂറോപ്യനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്തായാലും ഇവിടെ കാണുന്നുണ്ട്. ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ കാണാം. 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബിൽഡിങ്സൊക്കെ കണ്ടിട്ട് ഒരുമാതിരി ദിവസം കേട്ടോ വിയറ്റ്നാമിൽ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം പെട്ടെന്ന് പോകുന്നുണ്ട്. കാര്യം ഞാൻ ഓൾറെഡി ഇത് കംപ്ലീറ്റ് വിസിറ്റ് ചെയ്താൽ ടൂറിസ്റ്റായിട്ട്. വേറെ എനിക്ക് ഇവിടെ ബിസിനസ്സായിട്ട് വേറെ ഒന്നും ചെയ്യാനുമില്ല. പിന്നെ ഈ ബിൽഡിംഗ് കണ്ടോ, ഇത് ഞാൻ അന്ന് വന്നപ്പോൾ കൺസ്ട്രക്ഷനാണ്, ഇപ്പോഴും കൺസ്ട്രക്ഷനാണ്. മുതലാളിക്ക് എന്തോ പ്രശ്നമുണ്ട്. കാര്യം 1.5 കിലോമീറ്റർ 1/4 മണിക്കൂറോടെ ഓടി തീർത്ത്. അപ്പോൾ ബസ് കണ്ടു. ബസ് സെയിം ബസ്. എൻ്റെ അമ്മേ, സീറ്റ് നമ്പർ 6 ആട്ടോ. 6 എവിടെ? 6 സൈഡ് സീറ്റ്. അങ്ങനെ ബസ് കയറി. ഞാനും വേറൊരു ഫ്രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല, വേറൊരു ആളും മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ആയില്ല, ഇപ്പോൾ ഫ്രണ്ട് ആകില്ലോ. അപ്പോൾ ബസ് അടിപൊളിയാട്ടോ. 1600 രൂപയ്ക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ അടിപൊളിയാണ്. ഏകദേശം നമുക്ക് ഫ്ലൈറ്റ് പോലെ ഫീൽ ചെയ്യും. മേഘങ്ങളൊന്നും കാണാൻ പറ്റില്ലെങ്കിലും താഴത്തോടുള്ളതൊക്കെ കാണാൻ പറ്റും. കാറും വണ്ടിയൊക്കെ കാണാൻ പറ്റും, ബിൽഡിങ്സ് കാണാൻ പറ്റും. സോ എല്ലാം കൊണ്ടും ഓക്കെയാണ്. നല്ല അടിപൊളി ബസ്സാണ്. നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ത്രിബിൾ വരും. പിന്നെ കംബോഡിയ വിസൻ്റെ കാര്യം നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ബോർഡർ എത്തുമ്പോൾ, വിയറ്റ്നാം കംബോഡിയ ബോർഡർ എത്തുമ്പോൾ ബസ്സുകാരിൽ പൈസ കൊടുക്കുക. അവർ തന്നെ നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നോളും. സ്റ്റിക്കർ വിസ കിട്ടും. എനിക്കൊരു വട്ടം വിസ കിട്ടിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് ക്യാഷ് ആവുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു 3200 രൂപ, $40. $40 നമ്മൾ ബസ്സുകാരെ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവർ നമുക്ക് ഈസി ആയിട്ട് എടുത്തു തരും. എനിക്ക് മുമ്പ് കിട്ടിയ കംബോഡിയൻ വിസയാണ്. ഇത്ര ഉണ്ടാവും കേട്ടോ വിസ. ഒരു സ്റ്റിക്കർ വിസ ഉണ്ടാവും. നമ്മൾ ഈ കാനഡ, UK വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, US മെയിനായിട്ട് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു ട്രാവൽ ഹിസ്റ്ററി അവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം 7 മണിക്കൂർ യാത്ര ഉണ്ട് വിയറ്റ്നാമിൽ നിന്ന് കംബോഡിയ എത്തുന്നവരെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 7 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് 3:30 അപ്പോൾ ഇത് 3:30 പുറപ്പെട്ട് അവിടെ ഫെനോം സിറ്റിയിൽ എത്തുക. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 12 മണിയാവും. കാര്യം ബോർഡറിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിക്കർ ചെയ്ത് വരണമല്ലോ, സ്റ്റാമ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. വേറെ എല്ലാം കൊണ്ടും ഓക്കെയാണ്. പെട്ടെന്ന് പരിപാടി കാര്യങ്ങളൊക്കെ കഴിയും. പോകുന്ന വഴിക്ക് എന്തെങ്കിലും സീൻ ഉണ്ടാവുകയാണെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് നേരെ താഴെ നോക്കിയാൽ ഒരുവിധം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മേഘങ്ങൾ കാണുന്നതിനേക്കാൾ നല്ല ഇങ്ങനത്തെ ആണല്ലോ.
ചിലവും കുറവാണ്, പൈസയും കുറവാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകാനായിരുന്നു നോക്കിയത്. പക്ഷേ ഒരു വട്ടം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, ഹിച്ച് ഹൈക്കിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ചിലവുണ്ടാവില്ല, അതും ഓക്കെയാണ്. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം കഴിയും അവിടെ എത്താനായിട്ട്. അപ്പോൾ ഒരു ദിവസം ചിലവ് നോക്കുകയാണെങ്കിൽ, ഫുഡിൻ്റെയും ബാക്കിയുള്ള കാര്യത്തിൻ്റെയും ചിലവ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു ബസ്സിൻ്റെ ഫീസ് തന്നെ ആവും. നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റി ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വട്ടം ഫ്ലൈറ്റ് പോവുക, പിന്നെ ബസ്സിൽ പോവുക, പിന്നെ ട്രെയിനിൽ പോവുക, പിന്നെ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോവുക, എങ്ങനെ എല്ലാ മാർഗ്ഗവും നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യയിലോട്ട് ഞാനിപ്പോൾ ഫെറി നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എന്നിട്ട് ഫെറി കപ്പൽ വഴി പോകാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ $40 ഉണ്ട്. അപ്പോൾ ഇത് നേരെ ബസ്സുകാരൻ്റെ കൊടുത്താൽ മതി, അയാൾ സെറ്റാക്കി തന്നോളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബ്രോ $40. ഇയാളിപ്പോൾ അധികം പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് തനി സ്വഭാവം ഇവിടെ പുറത്തെടുക്കാം. ഫോട്ടോ എടുക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട്. തീവ്രവാദിയാണോ ആലോചിക്കുകയാണ്. ബൈ പിടിച്ചോളൂ, ബൈ. വലത്തെ കൈയോട് കൊടുക്കണം കേട്ടോ, അതിനെക്കൊണ്ട് എങ്ങനെ കാണിക്കുന്നത്. ഗീവ് ടു ഹിം. 2 ആളെല്ലോട്ടോ ഒരു ബസ്സിൽ. ആലോചിക്കണം ഇതിൻ്റെ അവസ്ഥ എന്താ. പോകുന്ന പോക്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. സംഭവം വിയറ്റ്നാമിൽ നിന്ന് പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു കൺട്രി ആയിരുന്നു ഇത്. ഞാൻ ഫസ്റ്റ് വന്നപ്പോഴും ഓക്കെയാണ്, എല്ലാവരും നല്ല ഡീസൻ്റായിട്ട് പെരുമാറുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വന്നപ്പോഴും ഓക്കെയാണ്. ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരാൾ ഫ്രീ ആയിട്ട് ലിഫ്റ്റ് തന്നൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ട്രക്കിൽ കയറുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഇവിടെ ഫുഡ് കഴിച്ച് അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായി. അങ്ങനെ എനിക്ക് ഒരാളേന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു കൺട്രി അടിപൊളിയാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കൺട്രിയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വിയറ്റ്നാം. തായ്ലൻഡിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കൺട്രിയും കൂടെയാണ് വിയറ്റ്നാം. തായ്ലൻഡ് മോശമാണെന്ന് ഒരിക്കലും പറയൂല. തായ്ലൻഡിലും നല്ല എക്സ്പീരിയൻസ് മാത്രമേ കിട്ടിയുള്ളൂ. പട്ടായയിൽ പോയില്ല ഇതുവരെ. പട്ടായയിൽ അറിയാലോ, കുറച്ചൊരു ഏരിയ ആണ്, അതിനെ കൊണ്ട് അവിടെ പോയില്ല. ബാക്കിയെല്ലാം കൊണ്ടും ഇവിടെ ഓക്കെയാണ്. ബസ്സിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് കാണിച്ചിട്ടോ. ഇത് പിന്നെ നിൽക്കാൻ പറ്റൂല കേട്ടോ. എൻ്റെ തല തട്ടുന്നു കേട്ടോ. അതൊക്കെ തല അവിടെ ഈ തല ഇത് അവിടെ തട്ടിൻ്റെ അമ്മീ. ബസ്സിൽ നല്ല ഇരിയാണല്ലോ. എനിക്ക് തോന്നുന്നു ചരക്കാട്ടോ ഏറ്റവും കൂടുതൽ. ആൾക്കാർ പറ്റ കുറവാണ്. ഞാൻ ബേക്കറിയുള്ള ആളോട് കമ്പനി ചെയ്യാൻ പോയാ മൂപ്പരിൻ്റെ മൈൻഡ് ചെയ്തില്ല, തീരെ താല്പര്യമില്ലാത്ത പോലെ. ഇതുണ്ടോ 1.5 കിലോ ഉള്ള ഇപ്പോഴേക്ക് വന്നാൽ 700 ഗ്രാം അങ്ങനെയായി. കാര്യം ഇത്രയും ഞാൻ തിന്നു കൊടുക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് തീരുമ്പോഴേക്കും റംബുട്ടാൻ എന്ന സാധനം എനിക്ക് മടുത്തു, പിന്നെ തീരെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതാട്ടോ ഞാൻ വന്ന ബസ്, ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കംബോഡിയ വിയറ്റ്നാമിലേക്ക് മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ, സർവീസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കമ്പനി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിൽ എക്സ്പെൻസ് കുറവാണ്. ഞാൻ നോക്കിയ മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ എക്സ്പെൻസ് കുറവാണ്. 1600 രൂപ മതി. മറ്റേതിലാകുമ്പോൾ ഏകദേശം ഒരു എന്ന് വെച്ചാൽ $20 മതി. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒരു 26-30 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. എന്തായാലും ചാർജ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം അവരോട് സിമ്മിന് എത്ര വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു $5. എൻ്റെ $4 ഇല്ലായിരുന്നു. അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ $4 മതി. വിസ ഫീസ് ഇവിടെ കാണിക്കുന്ന ഓർഡിനറി വിസക്ക് $35, ടൂറിസ്റ്റ് വിസക്ക് $30, $30. എനിക്ക് തോന്നുന്നത് $10 വരെ സർവീസ് ചാർജ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇത്രയും ക്യാഷ് ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ 800-820 രൂപ വരെ സർവീസ് ചാർജ് ആണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളോട് ഒന്നും ചോദിക്കുന്നില്ല, ഇവരെന്നെ നോക്കിയോളില്ല. കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കംബോഡിയ വിസ ആ ബോർഡറിൽ പോയാലേ അടിക്കും. ഇതിപ്പോൾ വിയറ്റ്നാം ബോർഡർ മാത്രമാണ്. കംബോഡിയ ബോർഡറിലേക്ക് ഇനി അങ്ങോട്ട് ബസ് കയറി പോകണം. വിസ ഇപ്പോൾ ബോർഡർ എത്തിയിട്ടോ. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങേണ്ടി വരും. എന്നിട്ട് ഫേസ് സ്കാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് വരിക. ബസ് പുറത്തുകൂടെ ഇതിലപ്പുറത്തേക്ക് എത്തും. എന്നിട്ട് ഒന്നുകൂടെ ബസ് കയറുക, സാധനങ്ങളും എടുക്കാം. ഗൈസ് അങ്ങനെ കംബോഡിയ എത്തിയിട്ടോ. കംബോഡിയ എത്തിയിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറയിലും ഫോണിലൊന്നും ചാർജ് ഇല്ലായിരുന്നു. അത് ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് കൂടെ വരുമ്പോൾ തന്നെ. പിന്നെ ബസ്സിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ തരൂല. അതിൽ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അവർ തരില്ല നമുക്ക്. അങ്ങനെ എൻ്റെ ഒരു ഫോണിൻ്റെ ചാർജ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതുപോലെ പിന്നെ രണ്ടാമത്തെ ഫോണിൽ കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു. അത് ഞാൻ തൽക്കാലം മാപ്പ് നോക്കി വന്നതാണ്. ക്യാമറ ചാർജ് കംപ്ലീറ്റ് കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ ചെറിയൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ ചാർജ് ചെയ്തതാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു പണി കിട്ടി. ഞാനിവിടെ പള്ളിയിൽ സ്റ്റേ ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെ പള്ളിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റൂല. കാര്യം
പള്ളി കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. കാര്യം പള്ളി ഇപ്പം അങ്ങനെയാണ്, ഒരുവിധം എല്ലാ കൺട്രീസിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. പള്ളി എന്താ പറയുക, രാത്രി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലോസ്, രാത്രി അല്ല ഇഷ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കംബോഡിയയിലും അതുപോലെ വിയറ്റ്നാമിലൊക്കെ കണ്ടിട്ടുണ്ട്, ലാവോസിലൊക്കെ അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പെട്ട അവസ്ഥ. ഇനിയിപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചില്ല, അതുകൊണ്ട് ഹോസ്റ്റലിൽ റൂം എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഹോസ്റ്റൽ ഇവിടെ അടുത്ത് ഇവിടെ ഇല്ല, ഏകദേശം 5 കിലോമീറ്റർ അപ്പുറത്തുള്ളത്. ഈ സമയത്ത് ബസ്സും കിട്ടൂല. അപ്പോൾ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്റ്റലിലേക്ക് പോകാൻ ഇവിടെ മോട്ടോർ സൈക്കിളിലെ ബൈക്ക് ടാക്സിയാണുള്ളത്. അപ്പോൾ അതിന് മിനിമം $5 എങ്കിലും അവർക്ക് കൊടുക്കണം. $5 എന്ന് പറയുമ്പോൾ എത്രയായി? 5×8 = 40, ഏകദേശം 400 രൂപയായി. ഞാൻ സാധാരണ ഒരു ഹോസ്റ്റലിന് കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ $3, അതായത് 200-230 രൂപ, അത്രേ ഞാൻ കൊടുക്കാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ കൊടുക്കാറില്ല അല്ല, നമ്മുടെ ക്യാഷ് ഉണ്ടാവില്ല, 7 രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടതല്ലേ, അപ്പോൾ ഇതുപോലെ ആകാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം എനിക്കെന്തിനു പേടിയെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും. ഞാൻ തൽക്കാലം ഇപ്പോൾ അവിടെ ഒരു പാർക്ക് കണ്ടിക്ക്, റോഡ് സൈഡിൽ തന്നെ വലിയൊരു ജംഗ്ഷനാണ് അവിടെ. അപ്പോൾ അവിടെ ഒരു പാർക്ക് കണ്ടിക്ക്. തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോയി അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അത് കുഴപ്പമില്ല. അങ്ങനെ സ്റ്റേ ചെയ്താൽ, അങ്ങനെ ഞാൻ കുറേ സ്റ്റേ ചെയ്ത് കുറേ സ്ഥലത്ത്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനത്തെ കുറേ സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കിടന്നുറങ്ങുന്നത്. എനിക്ക് ജസ്റ്റ് ഒരു 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ബാക്കി സമയം ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്നാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ സുബഹി സമയത്ത് നമുക്ക് എന്തായാലും പള്ളിയിലേക്ക് വരാം. ആ സമയത്ത് നിസ്കരിക്കുക, അതിനുശേഷം പള്ളിയിൽ ഏകദേശം ഒരു 5 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ കിടന്നുറങ്ങുക, ടാലിയാക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും വിസിറ്റ് ചെയ്യാൻ ഇറങ്ങാം. ഇതിനിടയ്ക്ക് കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് തൽക്കാലം പെട്രോൾ പമ്പ് അതുപോലെ ചിലപ്പോൾ പള്ളിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ പള്ളിയിൽ നിന്നും ഈ പരിപാടിയൊക്കെ കഴിയും. ഓക്കെ, അപ്പോൾ സംഭവം ഈസിയാണ്. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്.